ഷെഫേ, ഒരു നല്ല സലാഡ് ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടത്? കാരണം ഇപ്പം ആൾക്കാർ ഭയങ്കര ഹെൽത്തി കോൺഷ്യസ് ആണ്. അപ്പോൾ ഷെഫിൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല സലാഡിന് വേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞുതരും. പ്രധാനമായിട്ടും സലാഡ് എന്ന് പറയുമ്പോഴത്തേന് അതിനൊരു 4 ഭാഗമാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ്, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി, 3 അതിൻ്റെ ഡ്രസ്സിങ്, അതുപോലെ തന്നെ 4 അതിൻ്റെ ഗാർണിഷ്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സലാഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ബിഗിനേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെറ്റ്യൂസ്, ഗ്രീൻസ്, അല്ലെങ്കിൽ ക്യാബേജിൻ്റെ ലീവ്സ്, ബനാന ലീവ്സ്, ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെ ബേസായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു ബൗൾ, നിങ്ങൾ ഒരു കുഴിവുള്ള ബൗൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ബൗൾ ബൈ ഇറ്റ് സെൽഫ് അതൊരു ബേസാണ്. ഇനി ബോഡി ഓഫ് ദ സലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സലാഡ് ഉണ്ടാക്കുന്നത്, അതാണ് അതിൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് പ്രധാനമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ആണെങ്കിൽ ആ വെജിറ്റബിൾ ആണ് അതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ എഗ്ഗ്, അല്ലെങ്കിൽ നിങ്ങളതുപോലെ പ്രോട്ടീൻ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ സലാഡിൻ്റെ കണ്ടൻറ്റിന് ഒരു മോയ്സ്ചറിങ് ഏജൻ്റായിട്ട് വരുന്നതും അതിൻ്റെ ടേസ്റ്റ് പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ബൈൻഡിങ് ഏജൻ്റാണ് ഡ്രസ്സിങ് ഓഫ് ദ സലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാലാമതായിട്ട് നമ്മൾ ഗാർണിഷ് ഓഫ് ദ സലാഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ അതിന് ആ ഒരു വിഷ്വലി നമുക്കത് കാണുമ്പോഴത്തേക്കിന് ഒരു ഐ അപ്പീൽ കിട്ടുന്നത്, അതാണ് അതിൻ്റെ ഗാർണിഷ് ഓഫ് ദ സലാഡ് എന്ന് പറയുന്നത്. ഈ സിമ്പിൾ സലാഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിമ്പിളും കോമ്പൗണ്ട് സലാഡ് എന്ന് പറഞ്ഞ 2 വിഭാഗമുണ്ട്. ഇപ്പോൾ സാധാരണക്കാർക്ക് ഇപ്പോൾ ഒരു കുക്കുംബർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഉപ്പും കുരുമുളകും ഇട്ട് എന്താ പറയുക വിനേഗരോ അല്ലെങ്കിൽ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് സലാഡായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ തക്കാളിയുടെ അരിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബാൽസാമിക് വിനേഗർ ഒഴിച്ച് കഴിഞ്ഞാൽ അതും ഒരു സലാഡാണ്. അങ്ങനെ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഓഫ് ദ സലാഡ് എന്ന് പറയും. ഇത് 4 കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സലാഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും.